ഹലോ ഗൈസ്, വെൽക്കം ടു അടിപൊളി പുതിയ വീഡിയോ. നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയുടെ പ്രത്യേകത എന്താ വെച്ചാൽ ഇന്ന് നമ്മളൊരു Q&A വീഡിയോ ആണ് ചെയ്യുന്നത്. കുറേ ചോദ്യങ്ങൾ കുറച്ച് ചോദ്യങ്ങൾ എടുത്തിട്ട് എന്താണ് ഫ്രീക്വൻലി ആസ്ഡ് ക്വസ്റ്റ്യൻസും എല്ലാം ആയിട്ടുള്ള ഒരു പരിപാടി. അതിനു മുമ്പ് എനിക്ക് ആദ്യം പറയാനുള്ളത് വെച്ചാൽ എൻ്റെ ഒരു മുസ്ലിം എന്നുള്ള അക്കൗണ്ടിൽ കുറച്ച് ആൾക്കാർ എന്താ പറയുക ഭയങ്കര സപ്പോർട്ടീവ് ആയിട്ടുള്ള എനിക്ക് കുറച്ച് കൂടുതൽ ഇത്ര നാള് ഞാൻ ചെയ്തതിലും കാര്യങ്ങളിലൊക്കെ എന്നെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഓഡിയൻസ് ആണ് മുസ്ലിയിലുള്ളത്. അപ്പോൾ ആ ഒരു ഓഡിയൻസിനെ ആദ്യം തന്നെ എൻ്റെ ചാനൽ ഇങ്ങനെ തുടങ്ങുമ്പോൾ ചെറിയ രീതിയിൽ സപ്പോർട്ട് ചെയ്തതിന് വളരെയേറെ നന്ദിയുണ്ട്. അപ്പോൾ നമുക്കില്ലേ, ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഹാൻഡ് റൈറ്റിംഗ് ഒന്നും നോക്കണ്ട. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ തുടങ്ങാം. എൻ്റെ ഫസ്റ്റ് ചോദ്യം ഇതിലുള്ള എന്താ വെച്ചാല് അബൌട്ട് എന്നെ കുറിച്ചിട്ട് എൻ്റെ ശരിക്കും പേരെന്താ വെച്ചാൽ മുഹമ്മദ് മുസ്ലിഹ് NV എന്നാണ്. പലർക്കുള്ള ഡൗട്ട് എന്താ വെച്ചാല് നിങ്ങളെ വീട് മലപ്പുറം എവിടെയാണ്, മലപ്പുറത്ത് നിന്ന് എവിടെയാണ്, നിങ്ങൾ കോഴിക്കോടാണോ, അങ്ങനെയൊക്കെയാണ് നിങ്ങൾ വീട് എവിടെ. ചില ആൾക്കാർക്ക് ഞാൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ഒക്കെ ആയ വോക്കൽ ഡ്യൂഡ്, സൊഫാന്, അഷ്കു അവരൊക്കെ ഒന്നിച്ചുണ്ടാവും. പിന്നെ അധികം മലപ്പുറത്ത് ഉണ്ടാവാറുണ്ട്. അപ്പൊ അവരെ കുറച്ച് ആൾക്കാർ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട് നിങ്ങളെ വീട് മലപ്പുറം ആണോ. പക്ഷെ ആ ഒരു ചോദ്യത്തിന് എനിക്ക് പറയാനുള്ളത് വെച്ചാൽ എൻ്റെ ശരിക്കും വീട് കണ്ണൂരാണ്. കണ്ണൂർ പ്രോപ്പർ വരുന്നത് ഇരിക്കൂർ, മട്ടന്നൂർ ആ ഭാഗത്താണ്. അപ്പോൾ അവിടെയാണ് എൻ്റെ വീട് വരുന്നത്. പിന്നെ എൻ്റെ ഏജ് ഇപ്പോൾ ഈ മാസം ജൂലൈ 17 എനിക്ക് 22 വയസ്സാകാൻ പോവാണ്. ഓക്കെ. പിന്നെ അടുത്ത ഒരു അടിപൊളി ചോദ്യം എന്താ വെച്ചാല് മോസ്റ്റ് സപ്പോർട്ടർ, ഏറ്റവും നല്ല ഒരു സപ്പോർട്ടർ ആരാന്നാണ് ചോദ്യം. അതില് എനിക്ക് പറയാനുള്ളത് വെച്ചാല് ഒരു 2.5 വർഷം മുമ്പ് 2.5 വർഷം മുമ്പ് ഇങ്ങനെ തുടങ്ങിയത്. ഓരോ സാധനങ്ങൾ എഴുതും, ക്ലാസ് ടൈമിലൊക്കെ ഓരോ സാധനങ്ങൾ എഴുതും. മുമ്പ് +2 പഠിക്കുന്ന സമയത്ത് എന്തൊക്കെ എഴുതും. പക്ഷേ ബാംഗ്ലൂർ പഠിക്കുന്ന സമയത്താണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ എഴുത്ത് തുടങ്ങിയിട്ട്. അവിടെ ഒരു പരിപാടി ഉണ്ടായിരുന്നു, ഒരു കോൺസേർട്ട് അല്ല, ഒരു ഓഡീഷൻ ഉണ്ടായിരുന്നു പാട്ട് പാടുന്നതിൽ. അപ്പോൾ ആ ഓഡീഷനിൽ ഞാൻ പങ്കെടുത്തു. ആ ഓഡീഷനിൽ ഞാൻ മുമ്പ് പഠിച്ചതോ റാപ്പ് ഉണ്ടായിരുന്നു. മുമ്പ് ഞാനിങ്ങനെ എഴുതി ഞാൻ പ്രാക്ടീസ് ചെയ്ത റാപ്പ് എനിക്കൊന്നും ഞാൻ എഴുതിയ റാപ്പല്ല. ആ സമയത്ത് എനിക്ക് എഴുതി തന്നത് അൻസിഫ് അബ്ദുള്ള എന്ന് പറഞ്ഞിട്ടുള്ള എൻ്റെ ഒരു ഫ്രണ്ടിന്റെ ഏട്ടനാണ്. അവർ എഴുതി തന്ന ഒരു റാപ്പ് ഞാൻ പാടി ഉണ്ടായിരുന്നു. ആക്ച്വലി അവിടെ ഒരു ഇങ്ങനെ ബാൻഡ് പരിപാടി കാര്യങ്ങളൊക്കെ ആണ്. അങ്ങനെ ഞാൻ ആ ഓഡീഷൻ നടക്കുന്ന തലേ ദിവസം എൻ്റെ ഒരു ഫ്രണ്ടിന്റെ അടുത്ത് ഇങ്ങനെ പരിപാടി ഇവരിങ്ങനെ ചെണ്ട പൊട്ടുന്ന ക്ലാപ്പ് ബോക്സ് ഒക്കെ ഉപയോഗിക്കുന്ന ആദ്യമായിട്ട് ഇങ്ങനെ അത്ഭുതപ്പെട്ട് നോക്കുകയാണ്. അപ്പോൾ അവരിങ്ങനെ അങ്ങനത്തെ പാട്ടൊക്കെ പാടുന്നുണ്ട്. അപ്പോൾ ആ പാട്ടിന്റെ ഇടയിൽ ഞാനിങ്ങനെ നോക്കി നിന്ന് ഈ ക്ലാപ്പ് ബോക്സിന്റെ ആ ചങ്ങ ചടപട അടിക്കുന്ന സമയത്ത് ഞാനങ്ങനെ റാപ്പ് പാടിയപ്പോൾ നല്ല വൈബിൽ സെറ്റായി പിറ്റേന്ന് പാടി. നിങ്ങളെ ചോദ്യം എന്താ വെച്ചാൽ എൻ്റെ ബെസ്റ്റ് സപ്പോർട്ടർ ഏതായിരുന്നു എന്നുള്ളത്. അപ്പം ഞാൻ ഈ പാടുന്ന സാധനമൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തപ്പോൾ ഞാൻ നേരെ ഉത്തരത്തിലേക്ക് പോകട്ടോ. ഞാനിങ്ങനെ വളഞ്ഞു പോയി. അപ്പോൾ നേരെ ഉത്തരത്തിലേക്ക് വരുന്ന വെച്ചാൽ എൻ്റെ ബെസ്റ്റ് സപ്പോർട്ടർ ആ വീഡിയോ കണ്ടിട്ട് ഒരു 2.5 വർഷം മുമ്പ് വോക്കൽ ഡ്യൂഡ്, ഇപ്പോൾ എൻ്റെ അധികം സപ്പോർട്ടായിട്ടുള്ള വോക്കൽ ഡ്യൂഡ് എനിക്ക് മെസ്സേജ് അയച്ച് ബ്രോന്റെ ഉള്ളിൽ ഒരു തീ ഉണ്ട്, അങ്ങനെയാണ് ആ സാധനങ്ങളൊക്കെ. അപ്പോൾ എനിക്ക് ഭയങ്കര മോട്ടിവേഷനായി ഓരോ സാധനങ്ങൾ എങ്ങനെ ചെയ്യുക. അന്ന് വോക്കൽ ഡ്യൂഡിന് അത്യാവശ്യം ഫോളോവേഴ്സ് 5000 ഫോളോവേഴ്സൊക്കെ ആയിട്ട് എന്ന് തോന്നുന്നുണ്ട്, 6000. അപ്പം അങ്ങനെ നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്ത് തുടങ്ങി. അങ്ങനെ നല്ല ഞാൻ ശരിക്കും പറഞ്ഞാൽ വോക്കൽ ഡ്യൂഡ് എനിക്ക് ഓരോ രീതിയിൽ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് എൻ്റെ ഓരോ കാര്യങ്ങളും ഇങ്ങനെ ചെയ്താൽ റെഡി ആവില്ലടാ, എൻ്റെ നല്ലതിന് വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തരുന്നു. ഞാൻ ഇതുവരെ എൻ്റെ ലൈഫിൽ കുറേ ആൾക്കാരെ മീറ്റ് ചെയ്തിട്ടുണ്ട്, കുറേ ആൾക്കാരെ കാണേണ്ട വന്നിട്ട് ഇടപഴകേണ്ടി വന്നിട്ടുണ്ട്. അവർക്ക് കുറേ മേ ബി പാട്ട് കണ്ടുവന്നവരായിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇൻറ്റൻഷൻ നമ്മളെ കൊണ്ട് മെച്ചം ഉണ്ടാവുക എന്നുള്ള പരിപാടിയിൽ കുറേ അപ്രോച്ച് ചെയ്ത ആൾക്കാരായിരിക്കും. അത് എനിക്ക് കുറേ ലൈഫിൽ മനസ്സിലായിട്ടുണ്ട് സത്യം പറഞ്ഞാൽ. അപ്പോൾ അത് കൂടാതെ ഇങ്ങനത്തെ ഒരു സപ്പോർട്ടറായിട്ട് ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ 0 നിൽക്കുന്ന സമയത്തും എന്നെ സപ്പോർട്ട് ചെയ്തിട്ട് വേറെ ഇൻറ്റൻഷനിൽ എൻ്റെ വളർച്ച ഞാൻ സങ്കടപ്പെടുമ്പോൾ എൻ്റെ സങ്കടപ്പെടും, ഞാൻ എൻ്റെ ഹാപ്പിനെസ്സിൽ ഓനും ഹാപ്പി ആവും. അങ്ങനത്തെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു. കാരണം എൻ്റെ ലൈഫിൽ ഞാൻ അങ്ങനത്തെ ആളെ കണ്ടിട്ടില്ല, ടു ബി ഫ്രാങ്ക്. അതിനുശേഷം വന്ന ആൾക്കാരൊക്കെ പല രീതിയിൽ എന്നെ സപ്പോർട്ട് ചെയ്ത കുറേ ആൾക്കാരുണ്ട്. അങ്ങനത്തെ ആൾക്കാരൊക്കെ ഉണ്ട്. ഇപ്പോൾ ഈ വോക്കൽ ഡ്യൂഡ്, സഫ്വാൻ, അഷ്കുക്കാണ് ഞാൻ ആദ്യമായിട്ട് സ്റ്റുഡിയോയിൽ റെക്കോർഡ് ചെയ്യുമ്പോൾ വേറെ രീതിയിൽ മോർ ദാൻ മണി കുറേ കാര്യങ്ങളുണ്ട് എന്നൊക്കെ എനിക്കാണ് മനസ്സിലായത്. ലാറൈന, ഹർഷാദ്, NLT. ഞാൻ ഹർഷാദിനോടൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു, ഈ കഴിഞ്ഞ ന്യൂ ഇയറിന്റെ മുമ്പത്തെ ന്യൂ ഇയറിൽ ഞാൻ ഹർഷാദിനോട് ഇങ്ങനെ പറയായിരുന്നു,
അടുത്ത വർഷമെങ്കിലും ഒരു 10K ഫോളോവേഴ്സ് അടിക്കണം, എന്തപ്പോൾ ചെയ്യുക. അപ്പോൾ പറഞ്ഞു നീ കണ്ടോ അടുത്ത വർഷം ഇതേ സമയത്ത് നിങ്ങൾക്ക് അത്ര ഫോളോവേഴ്സ് ഒക്കെ ഉണ്ടാവും, നിങ്ങൾ 10K ഉണ്ടാവും. പക്ഷെ എന്നെ അങ്ങനെ സപ്പോർട്ട് ചെയ്ത അങ്ങനെ കുറേ കാര്യങ്ങൾ ഞാൻ വേഗം പറഞ്ഞു പോവാട്ടോ. എനിക്ക് ആക്ച്വലി നമ്മളിതൊരു ബേസിക് Q&A ആണ്. ഇൻഷാല്ലാ നമ്മളൊരു തുടക്കത്തിൽ കുറച്ച് ചോദ്യങ്ങൾ, ഇനി അങ്ങോട്ടേക്കും കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുക. പെട്ടെന്ന് കിട്ടിയ കുറച്ച് ചോദ്യങ്ങൾ അങ്ങനെ പറഞ്ഞുത്തരം പോകാനാണ്. പിന്നെ എൻ്റെ ബെസ്റ്റ് ഇൻസ്പിറേഷൻ, ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ ഒരു എന്താ പറയുക 6ാം ക്ലാസ് 7ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്താണ് നാറ്റീവ് പാപ്പ, അതുപോലെ തന്നെ മാമുക്കോൻ്റെ മാത്യു പാപ്പ എന്ന് പറഞ്ഞൊരു സാധനം ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ മൂസിൻ പരാരി എന്നുള്ള ആളാണ് എൻ്റെ വൺ ഓഫ് ദ ബെസ്റ്റ് എന്താ പറയുക ഇൻസ്പിറേഷൻ എന്ന് പറയാൻ കാരണം. ഒരു സർപ്രൈസിങ് ഫാക്ടർ എന്താ വെച്ചാൽ മൂപ്പർ എൻ്റെ ഉപ്പാൻ്റെ ഏട്ടത്തിൻ്റെ മോനാണ്, കസിനാണ് ആക്ച്വലി. അപ്പോൾ മൂപ്പറെ ഞാൻ ഇങ്ങനെ ഇത് കാണും, ഇതേപോലെ ആവണം എന്ന് നമുക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. ഞാൻ മൂപ്പറെ അപ്രോച്ച് ചെയ്തിട്ട് മൂപ്പറെ എന്താ പറയുക ആർട്ടിസ്റ്റിക്കലി, ഫാമിലി മെമ്പേഴ്സ് ആണെങ്കിലും ആർട്ടിസ്റ്റിക്കലി സംസാരിക്കാനാണ് എനിക്ക് ആക്സസ് കിട്ടുക. അപ്പോൾ റീസെൻ്റ്ലി എനിക്ക് അങ്ങനെ സംസാരിക്കാനുള്ള ഒരു അവസരം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അൽഹംദുലില്ലാ അതാണ് മൂപ്പറാണ് എൻ്റെ ഏറ്റവും വലിയ ഇൻസ്പിറേഷൻ. എഴുത്തിലായാലും കുറേ കാര്യങ്ങളായാലും അങ്ങനെ ചെയ്യണം എന്നുള്ളതിൽ ഏറ്റവും വലിയ ഇൻസ്പിറേഷൻ എന്നുള്ളത്. ഇത് ഞാൻ ചിലവർ ചോദിക്കും ഹൂസ് ബെസ്റ്റ് ഇൻസ്പിറേഷൻ, ഇങ്ങനെ പാട്ടുകാരാണോ നിങ്ങളിൽ, അയ്യോ ഇവിടെ പല്ല് കടിച്ചുവല്ലോ, ഓക്കെ, പാട്ടുകാരാണോ നിങ്ങളെ ഏറ്റവും വലിയ ഇൻസ്പിറേഷൻ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. പക്ഷേ പാട്ടുകാരല്ല, മൂപ്പറാണ്, ലിറിസിസ്റ്റ് ആണ്, ഡയറക്ടറാണ്, അങ്ങനെ കുറേ ആള്. പിന്നെ അടുത്ത ചോദ്യം എന്ന് വെച്ചാൽ നെക്സ്റ്റ് സോങ്, അടുത്ത സോങ് ഏതാന്ന് ചോദിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരാൾ ചോദിച്ചത് ഈ വർഷം നിങ്ങൾ എത്ര സോങ്സ് ആണ് ഇറക്കുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട്. എത്ര സോങ്സ് ആണ് ഇറക്കുന്നത് എന്നുള്ളത് ചോദിച്ചതിൽ എനിക്ക് പറയാനുള്ളത് 2 സോങ് ഓൾറെഡി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതിൽ റെക്കോർഡിങ്ങും റീ റെക്കോർഡിങ്ങും, പിന്നെ എനിക്ക് ത്രോട്ട് ഇപ്പോൾ കുറച്ച് പ്രശ്നങ്ങളുണ്ട്, അത് റെക്കോർഡ് ചെയ്യണം. നമ്മൾ ഇൻഷാല്ലാ അടുത്ത മാസം ഒരു സോങ് വരാനുണ്ട്. പിന്നെ കുറച്ച് സാധനം ഈ വർഷം വൃത്തിക്ക് നല്ല സാധനങ്ങൾ ചെയ്താൽ അത് പെട്ടെന്ന് ഇറക്കണം എന്നുള്ള മൈൻഡാണ്. എത്ര സോങ് എന്നുള്ളൊരു ടാർഗറ്റ് അല്ല, ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് കുറച്ച് ക്വാളിറ്റി എന്നുള്ള സാധനമാണ്. പിന്നെ നിങ്ങൾ വടക്ക് ചെക്ക ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ബയോയിലല്ല എന്തായാലും ഡിസ്ക്രിപ്ഷൻ, പെട്ടെന്ന് ഈ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് യൂട്യൂബിൽ വന്നുകൊണ്ട് കുറച്ച് ടേംസ് ഒക്കെ ഇങ്ങനെ സെറ്റാക്കാനുണ്ട്. അപ്പോൾ അടുത്ത ചോദ്യം എന്താ വെച്ചാൽ ഫാമിലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാനാണ് എൻ്റെ വീട്ടിലെ ഏറ്റവും മൂത്ത മോന് കൂടാതെ എൻ്റെ താഴെ 4 ആൾക്കാരുണ്ട്. ഒറ്റൊരു അനിയത്തിയാണ് ഈ 4, മൊത്തത്തിൽ നമ്മൾ 5 ആൾക്കാരാണ് കേട്ടോ. ഇതിൽ ഒരു സിസ്റ്ററും ബാക്കി എല്ലാവരും ബ്രദേഴ്സാണ്. അപ്പോൾ എൻ്റെ പേര് മുസ്ലിം, എൻ്റെ തായൽ ഹനാന്, അവനിപ്പോൾ CMA പഠിക്കാണ്. അതിൻ്റെ തായൽ നിഹാൽ ഇപ്പോൾ +2 പോവാണ്, കൊമേഴ്സ്. അതിൻ്റെ തായൽ തമന്ന ഇപ്പോൾ 8th പോവാണ്. അതുപോലെ തന്നെ ഹാനി എന്നുള്ളത് എൻ്റെ ഏറ്റവും താഴെയുള്ള ഒരു അനിയനാണ്. ഓരിപ്പം 5ാം ക്ലാസ്സിൽ ഓരോ വർഷം പെട്ടെന്ന് പോകുന്നുണ്ട്, ക്ലാസ്സൊക്കെ മറന്നു പോവാണ്. പിന്നെ ഉമ്മ ഉണ്ട് ഇവിടെ, ഉപ്പ ഇപ്പോൾ റിയാദിലാണ്. അൽഹംദുലില്ലാ ഞാൻ കുറച്ച് വർഷം കഴിഞ്ഞിട്ട് ഉപ്പാനെ കണ്ട്. എല്ലാവരും ചോദിക്കുന്നുണ്ട് ഉപ്പാനെ കുറിച്ചിട്ടൊക്കെ, ഉപ്പാനെ വെച്ചാൽ അൽഹംദുലില്ലാ നമ്മൾ പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ നമ്മൾ ഉപ്പമാര് നമ്മൾ കുറേ രീതിയിൽ ചില ആൾക്കാർ കേട്ടോ, പക്ഷെ മോസ്റ്റ് ഓഫ് ദ ആൾക്കാർ ഞാനിങ്ങനെ മെജോറിറ്റി പറയല്ല, ചില ആൾക്കാർക്ക് ഉപ്പാമാരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാനൊക്കെ അങ്ങനെയുള്ള ആളായിരുന്നു. പക്ഷെ ഇപ്പോൾ എനിക്ക് പറയാനുള്ളത് വെച്ചാൽ നമ്മൾ ലവ് എക്സ്പ്രസ് ചെയ്യൂല, ഭയങ്കര ലേറ്റ് ആയി പോയിട്ട് നമ്മളിങ്ങനെ റിഗ്രറ്റ് അടിക്കുന്നതിന് പകരം എത്രയും പെട്ടെന്ന് നിങ്ങൾ ഉപ്പമാരോടുള്ള ഇഷ്ടങ്ങൾ കാണിക്കുക. നമ്മൾ ഉമ്മമാരോടൊക്കെ കുറേ എക്സ്പ്ലനേഷനിലൊക്കെ പറയും. നമ്മൾ പല ആൾക്കാരും ചിലപ്പോൾ മറന്നു പോകുന്നതായിരിക്കും. ഞാനിപ്പോൾ ഈ ക്വസ്റ്റ്യനെയറിൽ തന്നെ ഒരാൾ എന്നോട് ചോദിച്ചതെന്താ വെച്ചാൽ എല്ലാവരും മടിക്കുന്ന ഒരു കാര്യമാണ് ഉപ്പാനെ ലവ് എക്സ്പ്രസ് ചെയ്യാൻ, ഉപ്പാനോട് ചെയ്യണമെന്നുണ്ടാവും. പക്ഷെ എന്നോട് ചോദിച്ചു നിങ്ങൾ ഹഗ് ചെയ്തപ്പോൾ എന്തായിരുന്നു ഫീൽ എന്നുള്ളത്. നല്ലൊരു ചോദ്യമായിരുന്നു അത്. അപ്പോൾ അതിൽ അപ്പോൾ നമുക്ക് പലവരും മടിക്കുന്നു ഉപ്പാനൊന്ന് ഹഗ് ചെയ്യാൻ അല്ലെങ്കിൽ കിസ് ചെയ്യാൻ നമ്മൾ മടിക്കുന്ന ആൾക്കാരാണ് നമ്മൾ പലരും. ഞാനെന്തായാലും അതൊരു ഫാക്റ്റാണ് ശരിക്കും രീതിയിൽ. അപ്പോൾ നമ്മളത് എക്സ്പ്രസ് ചെയ്യാൻ എന്തുകൊണ്ടും ഈ ഒരു വീഡിയോ കാണുന്ന ആൾക്കാർ എന്തായാലും ഈ മൊമെന്റ് ചെയ്തിട്ട് എങ്ങനെയെങ്കിലും അപ്രോച്ച് ചെയ്യുക. ഇഷ്ടം നമ്മൾ മരിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ നമ്മൾ പല ആൾക്കാരും മറന്നു പോകുന്ന പല കാര്യമാണ്. അപ്പോൾ അത് നിങ്ങൾ എന്തായാലും എക്സ്പ്രസ് ചെയ്യുക. ഞാനിങ്ങനെ വളഞ്ഞു പോകുന്നുണ്ടെങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ഫാമിലിനെ കുറിച്ച് പറഞ്ഞു. ഇപ്പോൾ പാട്ട് ഞാൻ ഇഷ്ടപ്പെട്ട വർക്ക് ചെയ്യുന്ന ഫീൽഡ് അല്ലെങ്കിൽ വേറെ ഏത് ഫീൽഡാണ് ചൂസ് ചെയ്യാന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഉത്തരം എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്തത് BA വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ആണ്, ഡിസൈനിങ് അങ്ങനത്തെ പരിപാടി. അയ്യോ കുറച്ച് ദിവസമായിട്ട് തണുപ്പായിരുന്നു കേട്ടോ, തൊണ്ടവേദന, പനി, അതൊക്കെ. ഓക്കെ, അപ്പോൾ എന്നോട് ചോദിച്ചിട്ടുള്ളത് എന്താ വെച്ചാൽ പാട്ട് നിങ്ങളുടെ ഫീൽഡ് അല്ലെങ്കിൽ നിങ്ങൾ ഏത് ഫീൽഡാണ് ചൂസ് ചെയ്യാന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള ഉത്തരമായിട്ട് എനിക്ക് പറയാനുള്ളത് വെച്ചാൽ
ഡിസൈനിങ് ആയിരിക്കും, ഗ്രാഫിക് ഡിസൈനിങ് അതുപോലെ. പിന്നെ എനിക്ക് ടീച്ചിങ് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇപ്പോൾ കറന്റ് ബാംഗ്ലൂർ ഒരു ഓഫ്ലൈൻ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു, ഓഫ്ലൈൻ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇങ്ങനെ ബാംഗ്ലൂരാണ് ഒരു ലാസ്റ്റ് 3 years പഠിപ്പിച്ചിട്ടുണ്ട്. ഇപ്പൊ കറന്റ് ഞാൻ UK, US, GCC. ഇപ്പൊ ഇന്ന് ഞാൻ ഇപ്പൊ ഈ വീഡിയോ എടുക്കുന്ന ക്ലാസ്, ഇന്നത്തെ ദിവസം ഒരു ക്ലാസ് ഉണ്ടായിരുന്നു. പിന്നെ ഒരു ലിവർപൂളിലുള്ള ഒരു കുട്ടീനെ പഠിപ്പിക്കുന്നുണ്ട്, അങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്. അത് ഇഷ്ടമുള്ളൊരു ഫീൽഡാണ്, അറബിക്ക് അങ്ങനെ പരിപാടികളൊക്കെ. അപ്പോൾ അടുത്ത ചോദ്യം എന്ന് വെച്ചാൽ, അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ചോദ്യം എന്ന് വെച്ചാൽ വേർ ഈസ് പള്ളൂസ്. കുറെ ആൾക്കാർ മുമ്പ് എൻ്റെ വീഡിയോയിൽ കണ്ട പള്ളൂസ് ഫലക്കാമീൻ അത് വെച്ചാൽ എൻ്റെ കസിൻ്റെ മോളാണ്. കുറെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് മൊസലിയെ വിളിക്കുന്ന ആ പള്ളൂസ് എവിടെയെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇപ്പൊ കറന്റ് ഞാൻ കൊച്ചിയിൽ ഉണ്ടായിരുന്ന സമയത്തായിരുന്നു പള്ളൂസിന്റെ ഒപ്പം ഉണ്ടായിരുന്നത്, എൻ്റെ കസിൻ സിസ്റ്റർ അടുത്ത്. അപ്പൊ ഇൻഷാല്ല എനിക്ക് കുറച്ച് വ്ളോഗുകൾ വരാൻ ചാൻസ് ഉണ്ട്, നമ്മളെ ഫാമിലി മീറ്റ് ഒക്കെ ഉണ്ട്. അപ്പൊ പള്ളൂസിനെ ഉൾപ്പെടുത്തിയുള്ള ഒരു വ്ളോഗ് നമ്മൾ എന്തായാലും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഞാൻ കൊച്ചിയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ അങ്ങനെ കാണാൻ പറ്റിയില്ല, ഭയങ്കര മിസ്സിംഗ് ആണ്. ഓരോ വീഡിയോ ഞാൻ ഇങ്ങനെ നോക്കാറുണ്ട്, പഴയ കുറെ ഫോട്ടോസ് നോക്കാറുണ്ട്. ഭയങ്കര എനിക്ക് എൻ്റെ കസിൻസിൻ്റെ കുട്ടികൾ കുറച്ചും കൂടെ എല്ലാ കുട്ടികളും വൈബിനെക്കാട്ടി കുറച്ചും കൂടെ വേറൊരു വൈബാണ് പള്ളൂസ്. സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര മിസ് ചെയ്യുന്നുണ്ട് പള്ളൂസിനെ. പിന്നെ അവളുടെ ഉമ്മയൊക്കെ ഭയങ്കര സപ്പോർട്ടിങ് ആണ് ഓരോ കാര്യത്തിൽ. അങ്ങനെ പിന്നെ അയ്യോ പറഞ്ഞ തളർന്നു പോയല്ലോ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാല്ലേ. സ്റ്റോറി ബിഹൈൻഡ് വോക്കൽ ഡ്യൂഡ് ഞാൻ പറഞ്ഞിട്ടുണ്ടായി, ഇൻട്രൊഡക്ഷനിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ആ ഒരു ഫ്ലോയിൽ ഇങ്ങനെ പറഞ്ഞതാ. 2.5 വർഷം മുമ്പ് കണക്ട് ആയതും പിന്നെ ഇപ്പോഴും കറലി. പിന്നെ വോക്കൽ ഡ്യൂഡിൻ്റെ ഒരു സർപ്രൈസ്. വോക്കൽ ഡ്യൂഡ് ഇത്ര നാൾ എൻ്റെ ഒരു ഫ്രണ്ടായിരുന്നു. എനിക്ക് കുറച്ചങ്ങോട്ട് ഈ മാസം തന്നെ നമ്മൾ വേറെ എന്താ പറയുക ഒരു സംഭവം ഉണ്ട്, ഇൻഷാല്ലാ ഞാൻ വ്ളോഗായി ചെയ്യുന്നതായിരിക്കും. പിന്നെ ഉള്ളൊരു ചോദ്യം എന്ന് വെച്ചാൽ സിംഗിൾ ആണോ, പിന്നെ എപ്പോഴാണ് മാരേജ്, എത്രാമത്തെ വയസ്സിലാണ് മാരേജ്. ഞാനിത് പോയപ്പോൾ ഉപ്പാരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഉപ്പ ഇങ്ങോട്ടേക്ക് ചോദിച്ചു, നിങ്ങൾക്ക് ഏതെങ്കിലും കുട്ടിയുണ്ടോ, എന്തെങ്കിലും ഇഷ്ടമുണ്ടോ, ഇഷ്ടമുണ്ടെങ്കിൽ പറയണോ ഡയറക്റ്റ് ആയിട്ട് എന്നൊക്കെ. അയ്യാ പിന്നെ ഒരു ചോദ്യം വെച്ചാൽ ഉപ്പയും ഉമ്മയൊക്കെ ഫ്രണ്ട്ലി ആണോ. ഫ്രണ്ട്ലി ഒക്കെ ആണ്, ഉഷാറാണ്. ഓക്കെ, കാര്യങ്ങൾ പറയാൻ പറ്റുന്ന ഉമ്മയോനും ഉപ്പാനും എനിക്ക് കിട്ടിയ അൽഹംദുലില്ലാ ഉഷാറാണ്. പിന്നെ എൻ്റെ ഉമ്മാക്ക് വീഡിയോയിലൊക്കെ വരാൻ ഭയങ്കര മടിയാണ്, ഇഷ്ടമെന്നല്ല. ഞാനിങ്ങനെ ഹൈഡ് ചെയ്തിട്ട് ഇങ്ങനെ എടുക്കും, ഇങ്ങനെ ഹൈഡ് ചെയ്തിട്ട് ഇങ്ങനെ എടുക്കുമ്പോൾ മുസലി വേണ്ടാട്ടോ എന്നൊക്കെ പറയും. അപ്പോൾ ഉമ്മാക്ക് വീഡിയോയിലൊക്കെ വരാൻ ഇഷ്ടമല്ല. പക്ഷെ ഇങ്ങനെ സപ്പോർട്ടിങ് കുറേ കാര്യങ്ങൾ ഞാൻ എന്ത് ചെയ്യുമ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന പാരൻസിനെ കുറിച്ചാണെങ്കിൽ അങ്ങനത്തെ ഒരു സംഭവം. പിന്നെ എന്നോട് അടുത്ത് ചോദിക്കുന്നത് മാരേജിൻ്റെത്, ഏത് വയസ്സിലാണ് മാരേജ്. ബെസ്റ്റ് ആയിട്ടുള്ളൊരു സംഭവം കിട്ടിയാൽ എത്രയും പെട്ടെന്ന് ആയിരിക്കണം എന്നാണ് എൻ്റെയും എൻ്റെ ചങ്ങായി ദിലുവിൻ്റെയും പിന്നെ എൻ്റെ ചങ്ങായി വേറെ കുറെ ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ട്, എല്ലാവരും ആഗ്രഹം. ജോലി ഒന്നുമില്ലെങ്കിൽ കുഴപ്പമില്ല. അയ്യോ ഇപ്പൊ പറഞ്ഞിട്ട് ട്രോള് വരും. ഓക്കെ പഠിച്ചവരെ. ഇനി അടുത്ത ഒറിജിനൽസ്, ഹൗ മെനി ഒറിജിനൽസ് ദിസ് ഇയർ, അതിനുള്ള എത്ര ഞാൻ പറഞ്ഞിട്ട് തോന്നുന്നു. ഈ വർഷം കുറച്ച് നല്ല പാട്ടുകൾ ഇറക്കണം. നല്ല പാട്ട് ഇറക്കിയാൽ ചെയ്തതിൽ നല്ല ഉഷാറുള്ള സാധനമാണെങ്കിൽ പെട്ടെന്ന് ഇറക്കണം. എത്ര എണ്ണം ഇറക്കണം എന്നുള്ളതൊരു പ്ലാനില്ല. ചെയ്തതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സോങ് എന്ന് പറഞ്ഞാൽ ജനാസ എന്ന് പറഞ്ഞൊരു സോങ് ഉണ്ട്. അത് ആ ഒരു സോങ്ങിൻ്റെ ഒരു വീഡിയോ ഞാനും വോക്കൽ ഡ്യൂഡ് ചെയ്യണം എന്നുള്ളൊരു പ്ലാനിങ്ങിലാണ് ഉള്ളത്. ജനാസ എന്നുള്ളൊരു സോങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് വൺ ഓഫ് ദ ഫേവറേറ്റ്, ഞാൻ കുറച്ച് എഴുതിയതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സോങ്ങാണ് ജനാസ. താളം ഇന്നും ജീവൻ താളം വേണ്ട, ഇപ്പൊ സൗണ്ട് പോയിട്ട് എല്ലാ സൗണ്ട് പോയി. പിന്നെ ഒരു കവർ സോങ് പാടുമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഞാൻ സത്യം പറയട്ടെ, ഞാൻ എന്തുകൊണ്ടാണ് എൻ്റെതായിട്ടുള്ള പാട്ട് ഉണ്ടാക്കാനുള്ള സാധ്യത പറഞ്ഞാൽ ഞാൻ എൻ്റെതായിട്ടുള്ള സോങ് ഉണ്ടാക്കാൻ കാരണം എന്താ വെച്ചാൽ, ഞാൻ ഇങ്ങനെ പണ്ടുണ്ടല്ലോ സ്കൂളിലൊക്കെ ആർട്സ് നടക്കുമ്പോൾ ഞാനിങ്ങനെ മൈക്കിൽ പാട്ട് പാടും കേട്ടോ. അപ്പോൾ മമ്പുറ്റ ഹംസാർ അലി അല്ല അതൊക്കെ പാടിയിട്ട് പാളിപ്പോവും. കുറെ ആൾക്കാർ കളിയാക്കും, ഇജെന്തിനാ ആ പാട്ടിങ്ങനെ പാടിയിട്ട് കൊളാക്കിയത്. ബെസ്റ്റ് ഫ്രണ്ട്സാ പറയാ. ചില ആൾക്കാർ വെറുതെ കൈയടിക്കും, അങ്ങനെ ഉണ്ടാവല്ലോ ഒരു കൂട്ടത്തിൽ. ചില ആൾക്കാർ എന്ത് ചെയ്താലും വെറുതെ സപ്പോർട്ട് ചെയ്യും. പക്ഷെ അങ്ങനെയുള്ളതല്ല. എൻ്റെ കുറച്ച് സർക്കിളിൽ കുറച്ച് ആൾക്കാരുണ്ട്, പറയുമ്പോൾ മുഖത്തടിച്ചിട്ടൊക്കെ പറയും, എന്ത് തേങ്ങയാടാ ചെയ്തത്, ഒരു രസമില്ലല്ലോ അതെല്ലാം പറഞ്ഞിട്ട്. അപ്പം അങ്ങനെയുള്ള ആൾക്കാർ. അപ്പം ഞാൻ തീരുമാനിച്ചതെന്ന് വെച്ചാൽ, ഇങ്ങനെ കമ്പാരിസൺ ഉണ്ടാവും ഈ സോങ്. പ്രത്യേകിച്ച് എന്നോട് ചോദിച്ചു കവർ എന്തുകൊണ്ടാണ് നിങ്ങൾ ചെയ്യാത്തതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. കവർ സോങ് എന്തുകൊണ്ടാണ് ചെയ്യാത്തതെന്ന് ചോദിച്ചവരോട്
എനിക്ക് പറയാനുള്ളത് ഞാൻ പാടിയാൽ എന്തായാലും കോളാവും, വേറെ മൈൻഡ് ആവും. അപ്പം ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചെന്ന് വെച്ചാൽ എൻ്റെ സോങ് ഞാൻ തന്നെ എഴുതുക, ഞാൻ തന്നെ ഒരു സോങ് ഉണ്ടാക്കുക. അപ്പോൾ അത് എൻ്റെ സാധനം, ആരും കമ്പയർ ചെയ്യാൻ വരില്ല. അങ്ങനെ ആകുമ്പോൾ നല്ല ഹൈറ്. ഞാൻ അങ്ങനെ തീരുമാനിച്ചതാണ്. പണ്ട് ഞാൻ ഫുള്ള് മറ്റേ അധിക പരിപാടിയിൽ ഓരോരുത്തർ അറബി പാട്ടൊക്കെ പാടി നല്ല അടിപൊളിയായിട്ട് കൊളാക്കുന്ന ഒരു ടൈപ്പാണ്. പിന്നെ ലിറിക്സ് ഒക്കെ എവിടുന്ന് വരുന്നത്, ഞാൻ മുമ്പൊക്കെ ലിറിക്സ് എഴുതുമ്പോൾ എൻ്റെ കുറേ ഫ്രണ്ട്സ് അടിപൊളി ചങ്ങായിമാർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ എൻ്റെ എന്താ പറയുക, ഞാൻ പിന്നെ ഒരു ചോദ്യം വിട്ടുപോയത് എവിടെയെന്ന് വെച്ചാൽ അബൌട്ട് ഇസ്ലാഹിയ. ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞ് എൻ്റെ ഒരു ഇത് പറഞ്ഞു കേട്ടോ, 10ാം ക്ലാസ് വരെ ഡിസ്ട്രിക്റ്റ് മീൻസ് ഈ ജില്ലയിലായിരുന്നു. 10ാം ക്ലാസ് കഴിഞ്ഞ് +2 വേറൊരു ജില്ലയിൽ, ഡിഗ്രി വേറൊരു രാജ്യമല്ല വേറൊരു സ്റ്റേറ്റിൽ, അങ്ങനെ കേട്ടോ. ഇസ്ലാഹിയ എന്നുള്ളൊരു ഒരു വീഡിയോ ചെയ്യട്ടെ. ഇസ്ലാഹിയനെ കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ റബ്ബ്, അവിടെയുള്ള ഫ്രണ്ട്സ്, ഞാൻ ലിറിക്സ് എങ്ങനെ എഴുതുന്നത് ചോദിച്ചപ്പോൾ അങ്ങനെ ചോദിച്ചപ്പോഴാണ് ഞാൻ അവിടുത്തെ ഫ്രണ്ട്സിൻ്റെ കാര്യം ആലോചിച്ചത്. അവിടെയുള്ള എൻ്റെ അടിപൊളി കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. ഷഹീം പക്ഷെ എൻ്റെ കോളേജിലൊന്നല്ല, എൻ്റെ സ്കൂളിലല്ല, ഞാൻ പഠിച്ചത് ഇസ്ലാഹിയ കോളേജിലാണ്. അവിടെ മുകളിലൊരു ഇസ്ലാഹിന്റെ മുകളിലൊരു CMR ചേന്നമംഗലൂർ HSS എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്. എന്താ പറയുക, ഒരു അടിപൊളി സ്കൂളുണ്ട്. എൻ്റെ ഒക്കെ ഡ്രീം സ്കൂളൊക്കെ ആയിരുന്നു അവിടെ. അപ്പോൾ വേറെ കുറെ കഥകളുണ്ട്. അപ്പോൾ അവിടെ എനിക്ക് കുറച്ച് എന്താ പറയുക ലിറിക്സിനൊക്കെ സപ്പോർട്ട് ചെയ്യാൻ, പിന്നെ അവിടെ ലിറിക്സിനെ സപ്പോർട്ട് ചെയ്യാൻ ഷഹീം എന്ന് പറഞ്ഞൊരു എഴുത്തുകാരനുണ്ട്. നല്ല രീതിയിൽ എഴുതും. ആ ഒരു +1 ലെവലൊക്കെ ഭയങ്കരമായിട്ട് വേറെ ലെവൽ എഴുതും. ഞാൻ മുമ്പ് ഇങ്ങനെ ഓരോ ഇൻസിഡന്റ് ബേസ് ചെയ്തിട്ട് റാപ്പ് ഇങ്ങനെ എഴുതും. ഓരോ ഇൻസിഡൻസ്, ഓരോ പ്രശ്നങ്ങൾ, ഓരോ ആൾക്കാർ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങളൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ. അപ്പോൾ എന്നെ അവിടെ സപ്പോർട്ട് ചെയ്ത ഷഹീം, അതുപോലെ തന്നെ ഫാദിയ എന്ന് പറഞ്ഞൊരു കുട്ടിയുണ്ട്. പിന്നെ എന്താ അങ്ങനെ കുറച്ച് ആൾക്കാർ, ലൈന് അങ്ങനത്തെ മുമ്പത്തെ ആ ഭാഗത്ത് തോന്നുന്നു, മുമ്പുള്ള ആ സമയത്ത്. പിന്നെ കുറച്ച് ആൾക്കാരുണ്ട്. ഞാൻ ആ ഇസ്ലാമിലൊക്കെ പഠിക്കുന്ന സമയത്ത് റബീഹ് എന്ന് പറഞ്ഞ ചങ്ങായിണ്ട്. ഇപ്പോഴും ഞാൻ ഏറ്റവും കണക്ഷനുള്ള വേറെ ലോങ് ഫ്രണ്ട്ഷിപ്പുള്ള ഒരു സാധനമാണ് റബീഹ് എന്ന് പറഞ്ഞ ഫ്രണ്ട്. അവൻ ഷാമിൽ. നമ്മള് അവിടെ ഇസ്ലാഹിയയിൽ ഇരുന്നിട്ടാണ് ഞാൻ ലിറിക്സ് ഒക്കെ എഴുതാൻ തുടങ്ങിയത്. വേറെ ഈ പൊളിറ്റിക്കൽ സാധനം അങ്ങനത്തെ സാധനമൊക്കെ എഴുതുന്നതിന് മുമ്പ് സ്റ്റഡി റൂമിൽ ഇരുന്നിട്ട് ഇങ്ങനെ എഴുതും. വെച്ചാൽ +1 പഠിക്കുന്ന സമയത്ത്. അപ്പൊ ആദ്യമായിട്ട് എഴുതുന്നത് കരഞ്ഞതോ വെറുതെ, പിരിഞ്ഞതോ വെറുതെ, അസ്തമിച്ചതാണ് ദേരിയില്ല ഇതിനുദയം, പാതിയെന്ന് നാമമിട്ട് പാതിയെ കവർന്നെടുത്ത് പാതിരാത്രിയിൽ നിന്നെ ഞാൻ ഓർത്തിരുന്ന്. മറ്റേ വാർഡൻ ഉണ്ടാവും കേട്ടോ അവിടെ, ഇങ്ങനെ ഓരോന്ന് പഠിക്കുന്നതെന്നുള്ള ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വാർഡൻ ഉണ്ടാവും. അപ്പൊ ആ സമയത്ത് നമ്മളിങ്ങനെ എഴുതും. ഞാൻ അൽഹംദുലില്ലാ ആ സെയിം കോളേജിൽ ഞാൻ ഗസ്റ്റ് ആയിട്ട് പോയപ്പോൾ ഇങ്ങനെ സ്റ്റേജിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ സൈഡിൽ വെച്ചിട്ടാണ് ഞാൻ ആദ്യം പാട്ട് എഴുതിയത് എന്നുള്ള സാധനങ്ങളൊക്കെ. അപ്പോൾ കുറച്ച് ചോദ്യങ്ങൾ ഞാൻ ഇന്നലെ പെട്ടെന്ന് ഇട്ടിട്ട് വീഡിയോ പെട്ടെന്ന് ചെയ്യുന്നത് വെച്ചാൽ ചെറുതായിട്ട് തലവേദന ഒക്കെ ഉണ്ട്. പിന്നെ ഇന്ന് കാര്യമായിട്ട് പുറത്തേക്കൊക്കെ പോയിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ എന്തെങ്കിലും വിട്ടുപോയിനെങ്കിൽ നിങ്ങൾ എന്തായാലും കുറച്ച് ചോദ്യങ്ങൾ ഈ വീഡിയോ കാണുന്ന ആൾക്കാർ, പിന്നെ ഞാൻ യൂട്യൂബിൽ ഇങ്ങനെ വന്നിട്ട് ഇത്ര വരെ കണ്ട ആൾക്കാർക്ക് ഭയങ്കര ഞാൻ താങ്ക്സ് പറയാനാണ് ഈ പോഷൻ വരെ. കാരണം എല്ലാവരും സ്കിപ്പടിച്ച് ബോർ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. കാരണം ഞാൻ ചെയ്ത് തുടങ്ങുന്നേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പോൾ ഇതുവരെ കണ്ട ആൾക്കാർ എന്തായാലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇത് ലൈക്ക് അടിച്ചെന്നൊക്കെ ഉറപ്പ് വരുത്തുക. പുതിയ സെൻറ്റൻസ് ഒക്കെയാണ് ഇപ്പോൾ പറഞ്ഞു തുടങ്ങുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ കറൻറ്റ്ലി ഞാൻ വർക്ക് ചെയ്യുന്നത് തഡ്വൈസർ, അതുപോലെ തന്നെ PC അവരൊക്കെ വർക്ക് ചെയ്ത ഒരു സോങ് ഉണ്ട്. തഡ്വൈസറൊക്കെ ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ട്രാക്കിലും ഇങ്ങനെ ഗൈഡ് ചെയ്യാന്നുള്ളതിൽ തഡ്വൈസറൊക്കെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ബെസ്റ്റ് കോളേജ്, പരിപാടി ചെയ്തതിൽ ഏറ്റവും ബെസ്റ്റ് കോളേജ് എന്ന് പറയാനില്ല. കുറേ കോളേജ് ഇമോഷണലി നമുക്ക് കണക്ട് ആയ ഒരു കോളേജ് ഉണ്ട് കേട്ടോ. ഞാൻ മുമ്പ് ചെയ്ത WMO കോളേജ് എന്ന് പറഞ്ഞൊരു കോളേജ് ഉണ്ട്. അതെന്നെ ഭയങ്കര ഇമോഷണലി കണക്ട് ആയ ഒരു കോളേജ്. എന്താ അറിയില്ല, ഭയങ്കരമായിട്ട് നല്ല ഓഡിയൻസ് ആയിരുന്നു. ഒരു 100% സപ്പോർട്ട് ഉണ്ടായിരുന്നു. അതെന്താ പെട്ടെന്ന് പറയുമ്പോൾ ഞാനും ഡൂഡായാലും ആരായാലും പെട്ടെന്ന് ആ ഒരു കോളേജിന്റെ പേരാണ് വരാറ്. പിന്നെ വേറെ പല കോളേജിലുണ്ട്, പല ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാൽ പോലും ചിലപ്പോൾ ആ തുടക്കത്തിലുള്ള ബാഡ് എക്സ്പീരിയൻസ്, ആ ഓഡിയൻസ്, ആ ക്രൗഡ് നമ്മളെ നല്ല പോസിറ്റീവായിട്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്ന ഒരു ഇതാണ്. ഞാൻ എന്തായാലും ഈ വീഡിയോ അത്ര ലോങ് ആക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് കുറച്ച് കഴിഞ്ഞിട്ടും നല്ലൊരു Q&A ചെയ്യണം എന്നുണ്ട്. ഞാൻ എന്തായാലും ചോദ്യം വിട്ടുപോയിനോന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കട്ടോ, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് ഓക്കെ സ്റ്റോറീസിലോ അല്ലെങ്കിൽ നിങ്ങൾ ഞാൻ കുറച്ച് ചോദ്യങ്ങൾ സ്ക്രീൻഷോട്ട് വെച്ചത് ഓക്കെ എല്ലാം എഴുതിയിട്ടുണ്ട്. ഒരാകത്തുക ഞാൻ എന്നെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒക്കെ ഒന്ന് റീചെക്ക് ചെയ്ത് എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പം എന്തായാലും ഈ വീഡിയോ കണ്ടവർക്കൊക്കെ വളരെ വളരെ താങ്ക്സ്. അയ്യോ സംസാരിച്ച് തളർന്ന്. നമസ്കാരം. എല്ലാവർക്കും അടിപൊളി ലൈഫ് ഉണ്ടാവട്ടെ. സോറി കേട്ടോ എല്ലാം വീഡിയോ ലോങ് ആയിരുന്നെങ്കിൽ. താങ്ക് യു സോ മച്ച് ഗൈസ്. ബൈ. ഇതെവിടെ